രാജ്യത്തിനാവശ്യമായ പാചകവാതകം കാത്തുവയ്ക്കാതിരുന്നത് കേന്ദ്ര സർക്കാരിന്റെ പരാജയമാണ് കാണിക്കുന്നതെന്ന് CPM പാലാ ഏരിയ സെക്രട്ടറി സജേഷ് ശശി പറഞ്ഞു. വ്യാപാരി വ്യവസായ സമിതി പാലാ ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പാലാ ഹെഡ് പോസ്റ്റ് ഓഫീസിന് മുമ്പിൽ നടത്തിയ അടുപ്പുകൂടി സമരം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു സജേഷ്. യുദ്ധസമാനമായ ഒരു സാഹചര്യം രൂപപ്പെടുന്നു എന്ന ഘട്ടത്തിൽ തന്നെ ഇത്തരത്തിലുള്ള ഇന്ധനങ്ങൾ സ്റ്റോക്ക് ചെയ്ത് വയ്ക്കുന്ന ലോകത്താകെയുള്ള രാജ്യങ്ങളുടെ ഒരു പൊതു നിലപാടിൽ നിന്ന് വ്യത്യസ്തമായി നമ്മുടെ രാജ്യം നിലപാടെടുത്തതിന്റെ ഫലമായാണ് ഈ അവസ്ഥയിലേക്ക് നമുക്ക് പോവേണ്ടി വന്നത്. നമുക്കറിയാവുന്നത് പോലെ 10-50 ദിവസം കൂടി മാത്രം ഈ നാട്ടിൽ പെട്രോളിയം ഉൽപ്പന്നങ്ങൾ ലഭിക്കുകയുള്ളൂ എന്ന പൊതു സാഹചര്യത്തിലേക്ക് പോകുന്നു. വാഹന ഗതാഗത സൗകര്യങ്ങൾ ഉൾപ്പെടെ 10-50 ദിവസങ്ങൾക്കുള്ളിൽ ഈ കേരളത്തിന്റെയും രാജ്യത്തിന്റെയും മണ്ണിൽ നിലയ്ക്കാൻ ഇടയാവുന്ന ഒരു സാഹചര്യത്തിലേക്ക് ഈ രാജ്യം പോവുകയാണ്. നമുക്കറിയാവുന്നത് പോലെ തന്നെ ലോകത്തെ എല്ലാ രാജ്യങ്ങളും 6 മാസത്തേക്ക് ആവശ്യമാവുന്ന LPG സ്റ്റോക്ക് ചെയ്ത് വെക്കാറുണ്ടെങ്കിൽ നമ്മുടെ രാജ്യം ഒരു 90 ദിവസത്തേക്ക് പോലും ഉള്ളത് സ്റ്റോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നില്ല എന്ന ഏറ്റവും ഞെട്ടിപ്പിക്കുന്ന ഒരു വിവരമാണ് ഈ ഘട്ടത്തിൽ പുറത്തു വരുന്നത്. പശ്ചിമേഷ്യൻ യുദ്ധം തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ഗ്യാസിന് വില കൂട്ടിയ സർക്കാർ രാജ്യത്തിന് ആവശ്യമായ പാചകവാതകം എത്തിച്ചു നൽകണമെന്നും പാചകവാതകം ഇല്ലാത്തത് കാരണം ഹോട്ടലുകൾ അടച്ചുപൂട്ടുന്നത് ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നതായും സമിതി ഏരിയ സെക്രട്ടറി ജോസ് കുറ്റ്യാനിമറ്റം അധ്യക്ഷ പ്രസംഗത്തിൽ ആരോപിച്ചു. രാജു ജോൺ, ജോഷി, TV കുഞ്ഞുമോൻ, ദീപു സുരേന്ദ്രൻ, അജിത് അമ്പാടി എന്നിവർ പ്രസംഗിച്ചു.